27. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. മത്തായി 5:4 ഈശോ വീണ്ടും പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വീണ്ടും മത്തായി 5:46 പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാരും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്ക 6:28 പറയുന്നു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. യോഹന്നാൻ 13:14 വീണ്ടും ഈശോ പറയുകയാണ്, നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. യോഹന്നാൻ 13:34-35 ശത്രുക്കളെ സ്നേഹിക്കുന്ന വചനത്തിൽ ഈശോ പറയുന്നതാണ്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. റോമ 12:20 ഈശോ പറയുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂട്ടും. 1 യോഹന്നാൻ 4:7 പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. 1 പത്രോസ് 3:9 പറയുന്നു, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അപ്പോൾ ഈശോ പറയാണ്, ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് പ്രയോജനമാണെന്നുള്ളതെന്ന്. വിജാതീയരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേന്ന്. അപ്പോൾ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുകയും അവർക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യണം. അതുപോലെ സ്വന്തം സഹോദരനെ മാത്രമേ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നുള്ളെങ്കിൽ അതുകൊണ്ട് എന്ത് മേന്മയാന്നുള്ളത്? ശത്രുക്കളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും വിജാതീയരെയും സ്നേഹിക്കാം. അതാണ് ഈശോ ഈ വചനങ്ങളിലൂടെ എല്ലാം നമ്മളോട് പറയുന്നത്. ശത്രുക്കളെ സ്നേഹിക്കാനാണ് ഈ വചനങ്ങളിലൂടെ എല്ലാം ഈശോ നമ്മളോട് പറയുന്നത്. നമ്മുടെ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ പോലെ നമുക്കും പാദം കഴുകാനല്ല നമ്മളോട് ഈശോ പറയുന്നത്. അതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിച്ച് അവരുടെ ആവശ്യം എന്താണോ, അവൻ ആവശ്യക്കാരൻ എന്താണോ ആവശ്യമായിരിക്കുന്നത് അവനത് നമുക്ക് ചെയ്തു കൊടുക്കാം. അവനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. അപ്പോൾ നിങ്ങളുടെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും എന്നാണ് കർത്താവ് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിക്കാം. ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കൃപ നമ്മൾക്ക് കിട്ടാൻ വേണ്ടി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.